ഹായ്, ഇസ് മീ പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ടേബിൾ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പി ലൈഫ് വാസ്റ്റ് ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവായി. തമിഴ്നാട് മുഖ്യമന്ത്രി തളപതി വിജയുടെ ഏറ്റവും അവസാന ചിത്രം ജനനായകൻ ചിത്രം തിയേറ്ററിലേക്ക് എത്തി. ആദ്യ ദിനം തന്നെ ചിത്രം കാണുവാനായിട്ടുള്ള അവസരം ലഭിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ 69ാമത് ചിത്രമാണ്. അവസാന ചിത്രം വൺ ലാസ്റ്റ് ഡാൻസ്, വൺ ലാസ്റ്റ് ഫൈറ്റ്, വൺ ലാസ്റ്റ് മാസ്, അങ്ങനെ എന്ത് വേണമെങ്കിലും വിശേഷിപ്പിക്കാം അദ്ദേഹത്തിൻ്റെ അവസാന ചിത്രം ജനനായകൻ. സംവിധാനം ചെയ്തിരിക്കുന്ന HP വിനോദാണ്. വിജയെ കൂടാതെ മമിത ബൈജു ഉണ്ട്, പൂജ ഹെഡ്ജ് ഉണ്ട്. അങ്ങനെ നീണ്ടു നിൽക്കുന്ന താരനിര, ബോബി ഡേൾ, അങ്ങനെ നീണ്ടു നിൽക്കുന്ന താരനിര. അപ്പം അങ്ങനെ ഉള്ളൊരു ആ ഒരു ചിത്രം എല്ലാവർക്കും അറിയാം. ഈ ചിത്രം ഭഗവന്ത് കേസരി വാലയുടെ ചിത്രത്തിൻ്റെ റീമേക്ക് ആണെന്നും അതോടൊപ്പം ഈ ചിത്രത്തെ ചുറ്റിപ്പറ്റിയുള്ള കോൺട്രവേഴ്സിയും കാര്യങ്ങളും ഒക്കെ എല്ലാവർക്കും അറിയാം. ഇലക്ഷന് മുമ്പ് റിലീസ് ചെയ്യാൻ വേണ്ടിയിരുന്ന ചിത്രം പല കാരണങ്ങൾ കൊണ്ടും സെൻസറിങ് കാരണങ്ങളൊക്കെ കൊണ്ട് ഇലക്ഷന് ശേഷമാണ് ചിത്രം റിലീസ് ചെയ്തത്. അദ്ദേഹം തമിഴ്നാട് മുഖ്യമന്ത്രി ആയതിനു ശേഷം. അപ്പം ചിത്രത്തിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് എന്നിങ്ങനെ വേർതിരിക്കുമ്പോൾ നല്ലൊരു ഫസ്റ്റ് ഹാഫായിട്ടാണ് ഫീൽ ചെയ്തത്. പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ എന്താ പറയുക, സെക്കൻഡ് ഹാഫ് നമുക്കൊരു അത്ര പേഴ്സണലി എന്നെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് ഹാഫ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. സെക്കൻഡ് ഹാഫ് എനിക്ക് അത്രയധികം ഇഷ്ടപ്പെട്ടില്ല എന്നാണ് പറയുന്നത്. പിന്നെ ഇതിൻ്റെ മറ്റൊരു എന്താ പറയുന്നത് വളരെ ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ടൈറ്റിൽ കാർഡ് ഒരു രക്ഷയില്ലായിരുന്നു. വേറെ ലെവൽ ടൈറ്റിൽ കാർഡ്. അതായത് തമിഴ്നാട് നിയമസഭയിൽ നടന്ന ആ ഒരു ഉദയനിധി സ്റ്റാലിൻ ഇദ്ദേഹം കളിയാക്കിക്കൊണ്ടുള്ള ആ ഒരു സംഭവം, അതാണ് ടൈറ്റിൽ കാർഡായിട്ട് വെച്ചിരിക്കുന്നതിന്. അത് വളരെ അടിപൊളി ടൈറ്റിൽ കാർഡായിരുന്നു. ഹോണറബിൾ ചീഫ് മിനിസ്റ്റർ ഓഫ് തമിഴ്നാട് എന്ന് പറഞ്ഞ തളപതി ജോസഫ് വിജയ് എന്ന് പറഞ്ഞ ആ ഒരു സംഭവം ടൈറ്റിൽ കാർഡ് അടിപൊളിയായിരുന്നു. പിന്നെ ഇൻട്രോയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിലും പിന്നീട് ഇങ്ങോട്ട് വരുമ്പോൾ ഫസ്റ്റ് ഹാഫ് ഭഗവന്ത് കേസരിയുടെ അതേ ഒരു സംഭവം തന്നെ. പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ TVKയുടെ കുറേ സംഭവങ്ങളും പൊളിറ്റിക്സും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയത് കൊണ്ടാവാം എന്താണെന്ന് അറിയില്ല, സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ വെട്ടിയും പുകയും മാത്രം അങ്ങനെയൊക്കെ വന്നിട്ട് എന്തോ ഒരു സെക്കൻഡ് ഹാഫ് കുറച്ച് ലാഗായിട്ടും തോന്നി. അതോടൊപ്പം ഒരു എങ്ങനെയെങ്കിലും തീർന്ന് കിട്ടിയാൽ മതി എന്നൊരു സംഭവത്തിലേക്ക് വന്നു. ഫസ്റ്റ് ഹാഫ് നല്ല ത്രില്ലിങ് അടിച്ച് കണ്ടെങ്കിലും സെക്കൻഡ് ഹാഫ് കുറച്ച് എങ്ങനെയെങ്കിലും തീർന്ന് കിട്ടിയാൽ മതിയായിരുന്നു എന്നൊരു ചിന്തയിലേക്ക് നമ്മൾ പോവുകയും ചെയ്തു. ഫസ്റ്റ് ഹാഫിൽ ഇൻ്റർവെല്ലൊക്കെ വളരെ മാസമായിരുന്നു. അനിരുദ്ധിൻ്റെ ആ ഒരു BGM കാര്യങ്ങളൊക്കെ വന്ന് രാവണ മവനെ എന്നുള്ള പാട്ടൊക്കെ കയറ്റി ഇൻ്റർവെല്ലിൽ ഒരു രക്ഷയില്ലായിരുന്നു. അന്യായ സംഭവം തന്നെ, ഒരു രക്ഷയില്ല. ഐ ആം കമ്മിങ് എന്നുള്ള ഡയലോഗും. പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴാണ് ചിത്രത്തിൻ്റെ ആ ഒരു സംഭവം അല്ലെങ്കിൽ നമുക്ക് തന്നെ ഒരു വിരസതയായിട്ട് തോന്നിയതും. ആ ചിത്രം ഇങ്ങനെ ആയതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു അവസാനം അദ്ദേഹത്തിൻ്റെ ആ ഒരു കരിയറൊക്കെ കാണിക്കുമ്പോൾ തന്നെ നമുക്കൊരു ഇത് വന്നില്ല, ഫീലിംഗ് വന്നില്ല എന്ന രീതിയിലേക്ക് വരുന്നു. പിന്നെ അദ്ദേഹം ലാസ്റ്റ് സിനിമയാണെന്നാണ് പറയുന്നത്. അദ്ദേഹം ഇനിയും അഭിനയം തുടരുന്നതായിരിക്കും, അഭിനയം തുടരുന്നതായിരുന്നു നല്ലത്. കാരണം നമുക്കിനിയും അദ്ദേഹത്തിന് ഒട്ടേറെ ചിത്രങ്ങൾ കാണാമായിരുന്നു. അല്ലെങ്കിൽ ചൈൽഡ്ഹുഡിൽ ഒരുപാട് എൻ്റർടൈൻ ചെയ്യിപ്പിച്ച ഒരു മനുഷ്യനാണ് അദ്ദേഹം. ഏതായാലും വളരെ നല്ല രീതിയിൽ ഒരു വിടവാങ്ങൽ ഉദ്ദേശിച്ച് വേറെ എന്തെങ്കിലും സ്ക്രിപ്റ്റ് ചെയ്തിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു. അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ സംഭവം ഉദ്ദേശിച്ചുകൊണ്ടാവണം ഈ ഒരു ചിത്രം ചെയ്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഇലക്ഷന് വേണ്ടിയുള്ള ഒരു പ്രൊപ്പഗണ്ട. അല്ലെങ്കിൽ ഇത് ഇലക്ഷന് മുമ്പ് വന്നിരുന്നെങ്കിൽ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ ഒരു ചിത്രം കണ്ടിട്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ചിത്രം കണ്ടപ്പോൾ തോന്നിയത് വൺ ലാസ്റ്റ് ഡാൻസ്. പിന്നെ ആ വൈബ് മറ്റേ ദളപതി കച്ചേരി എന്നുള്ള പാട്ടൊക്കെ കുഴപ്പമില്ലായിരുന്നു, നല്ല സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഏതായാലും അങ്ങനെ അവസാന ചിത്രം എന്ന രീതിയിൽ ജനനായകൻ വളരെ നിരാശപ്പെടുത്തി എന്നതാണ് സത്യം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോ കാണാം. അതുവരെയും ടേക്ക് കെയർ, ബൈ.